അടുത്തത് നമുക്ക് ഞാൻ പറഞ്ഞ ഈ SI സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിലെ സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സപ്ലിമെന്ററി യൂണിറ്റ്സിൽ പെടുന്നതാണ് ഒന്ന് പ്ലെയിൻ ആംഗിളാണ്, 2 സോളിഡ് ആംഗിളാണ്. അപ്പോൾ ഈ പ്ലെയിൻ ആംഗിളിൻ്റെ സപ്ലിമെന്ററി യൂണിറ്റ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ റാഡ് എന്നുള്ളതാണ്. അപ്പോൾ 3 റാഡ് 4 റാഡ് അങ്ങനെ റേഡിയലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ്സ് സ്റ്റെറേഡിയൻ ആണ്, SR എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലെയിൻ ആംഗിൾ എന്താണെന്ന് സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. 3 ഡിഗ്രി 4 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി. സ്വാഭാവികമായിട്ടും നമ്മൾ 2 ഡയമെൻഷനിൽ എടുക്കുമ്പോൾ ഈ 2 ഡയമെൻഷനിൽ ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിളാണ് എന്ത്? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അടുത്താണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ നമുക്ക് സിലബസിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് പേര് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കും. സപ്ലിമെന്ററി യൂണിറ്റ്സുകളുടെ പേര് ചോദിച്ചാൽ പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിൾ അത്ര മാത്രമേ എഴുതിയാൽ മതി. അതിനെക്കുറിച്ച് എന്താണെന്ന് പഠിക്കാതെ എന്നാലും പറഞ്ഞുതരാം. അപ്പോൾ ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ പ്ലെയിൻ ആംഗിൾ. ഈ ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ, ഇതിങ്ങനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന 3 ഡയമെൻഷണൽ ആംഗിൾ ആണെന്ത്? സോളിഡ് ആംഗിൾ. റൊട്ടേറ്റ് നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടും, കോണിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന 3 ഡയമെൻഷണൽ ആംഗിൾ ആണെന്ത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്ന സംഭവങ്ങളാണ്. പിന്നെ അതിന് ഞാൻ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലെയിൻ ആംഗിൾ, ഈ ആംഗിൾ കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാം. ഒരു സർക്കിളിൽ ഇങ്ങനെ സെക്ടറിൻ്റെ ആംഗിൾ കാണാനുള്ള ഫോർമുല ആർക്ക് ബൈ റേഡിയസ് ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അടുത്ത നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോഴേ നമുക്ക് ഈ JA വരുമ്പോൾ നീറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ കൺവേർഷൻസ് ഉണ്ടാവും, ഓരോ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് 10 എന്ന് പറഞ്ഞതിന് ഡെക്ക എന്നുള്ളതാണ് എഴുതുന്നത്. അതുപോലെ തന്നെ 10⁻³ എന്ന് പറഞ്ഞാൽ മില്ലി എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ 10 മില്ലിമീറ്റർ. അപ്പോൾ അത് 10 മില്ലിമീറ്ററിന് മീറ്റർക്കാക്കാൻ എന്താ ചെയ്യുക? 10 × 10⁻³ എന്നുള്ളതാണ്. അപ്പോൾ 10 മില്ലി ആംബിയർ കറണ്ടിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ അതിന് ആംബിയർക്കാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ അടുത്തതാണ് 10⁻⁶ മൈക്രോ എന്നുള്ളതാണ്. അപ്പോൾ അത് 10⁻⁶ എന്ന് 10⁻⁶ അതിന് മൈക്രോ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 1 മൈക്രോ ആംബിയർ എന്ന് പറയുന്ന ആംബിയർക്കാക്കാൻ 10⁻⁶ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും എന്നതാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇതാണ്. ഒരു U ഇട്ടുകൊണ്ട് ഇങ്ങനെ 2 വര വരക്കുന്നതാണ്. ഇത് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. 10⁻⁶ എന്ന് പറഞ്ഞാൽ നാനോ എന്നുള്ളതാണ്. 10⁻⁻² പൈക്കോ എന്നുള്ളതാണ് പറയാം. 10⁻⁻15 ഫെമറ്റോ എന്നുള്ളതാണ്. 10⁻⁶ മെഗ, അത് ക്യാപിറ്റൽ M ആണ് കേട്ടോ. 10⁻⁻2 സെന്റി എന്നുള്ളതാണ്. അതിന് C എന്നുള്ളതാണ്. ഇത് നമ്മൾ അങ്ങനെ പതിയെ ഓരോ ചാപ്റ്റർ പഠിച്ചു വരുമ്പോൾ തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക്കലായിട്ട് ബൈ ഹാർട്ട് ആവും. ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉള്ളത്. അടുത്തത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് വെച്ച് കുറച്ച് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. പിന്നെ എൻ്റെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന അടുത്തൊരു ഭാഗമാണ് എറർ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതിൽ പിന്നെ ഉള്ളത്. ഓക്കെ.